നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. റെയിൽവേ ബോർഡ് സ്ഥാപിക്കലും വയനാട് ഫണ്ട് കൈമാറലും. താനൂർ പ്രിയം റെസിഡൻസ് അസോസിയേഷൻ പ്രിയം റെയിൽവേ ബോർഡ് അനാച്ഛാദനം 14/11/2024 റെസിഡൻസ് അസോസിയേഷൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കെ അബ്ദുൾ റസാഖ് ഹാജി തിരൂർ നിർവഹിച്ചു. പ്രിയം റെസിഡൻസ് അസോസിയേഷൻ ട്രഷറർ മൊയ്തീൻകുട്ടി എന്ന ബാവ പ്രിയത്തിൽ നിന്നുള്ള വയനാട് ദുരിതാശ്വാസ ഫണ്ട് ജില്ലാ കമ്മിറ്റിക്കായി വൈസ് പ്രസിഡന്റ് കെ റസാഖ് ഹാജിക്ക് കൈമാറി. റെയിൽവേ ബോർഡ് സജ്ജീകരിച്ച മെമ്പർമാരായ ഹനീഫ്, യൂസഫ്, മുനാസ് എന്നിവർക്കുള്ള മൊമന്റോ പ്രിയം പ്രസിഡന്റ് പ്രൊഫസർ പി ബാബു വിതരണം ചെയ്തു. യോഗത്തിൽ വനിതാ വിംഗ് പ്രസിഡന്റ് താഹിറ, റിയാസ്, അനൂപ്, TPS സലാം, കുട്ടിശങ്കരൻ, ഷംസുദ്ദീൻ എന്നിവർ പങ്കെടുത്തു. ഈ നിങ്ങളുടെ പ്രിയം റെസിഡൻസ് അസോസിയേഷന് പൊതുജന നന്മയോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും ഒരുപടി മുന്നിലാണ് എന്ന് തെളിയിക്കുന്ന ഒരു രേഖയാണ് ഇപ്പോൾ നിങ്ങൾ ഈ വയനാട് ഫണ്ടിലേക്ക് നിരൂപിച്ചുകൊണ്ട് ഒരു മഹത്തായ ഒരു പരിപാടി തന്നെയാണ്. അതിന് എല്ലാവിധ കേരള ഫോർവേയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ്. ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിക്കഴിഞ്ഞു. ട്രാൻസ്ഫോമർ ആയി കഴിഞ്ഞാലും, അതുപോലെ 450 മീറ്ററോളം കോൺക്രീറ്റ് റോഡായി കഴിഞ്ഞാലും, അതിനോടനുബന്ധിച്ചുള്ള ഡ്രെയിനേജ് ആയി കഴിഞ്ഞാലും ഒക്കെ തന്നെ ഒരു പുതിയ സംരംഭമാണ് നമ്മൾ ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. റെയിലിലൂടെ പോകുന്ന, ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്ക് കൂടി നമ്മുടെ പ്രിയം റെസിഡൻസിനെ പരിചയപ്പെടുത്തുന്ന രീതിയിൽ ഒരു പ്രിയം റെസിഡൻസിന്റെ ഒരു ബോർഡ് നമ്മൾ റെയിലിന്റെ അടുത്ത് വെച്ചിട്ടുണ്ട്. ഇന്നാണ് അത് ഉദ്ഘാടനം ചെയ്യാൻ നമുക്ക് ഏറെ സ്നേഹിതനായിട്ടുള്ള നമ്മുടെ പ്രിയം റെസിഡൻസ് അസോസിയേഷന്റെ ജില്ലാ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള കെ റസാഖ് ഹാജിയെ തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ ഇതുപോലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയോടും ജില്ലാ കമ്മിറ്റിയോടും താലൂക്ക് കമ്മിറ്റിയോടും ഒക്കെ തന്നെ സഹകരിച്ചുകൊണ്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഈ ഒന്നിനോടൊപ്പം തന്നെ ഞങ്ങൾ പിരിച്ചെടുത്തിട്ടുള്ള ഞങ്ങളുടെ വയനാട് ഫണ്ടിലേക്ക് ഞങ്ങളുടെ ഈ പ്രിയം റെസിഡൻസിൽ നിന്ന് പിരിച്ചെടുത്തിട്ടുള്ള ഏകദേശം 7,150 രൂപ ഞങ്ങൾ അതിന്റെ ചെക്കായിക്കൊണ്ട് അത് ഞങ്ങൾ കൈമാറിയിരിക്കുകയാണ്. നമ്മുടെ ജില്ലാ വൈസ് പ്രസിഡന്റിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അവർ ഉദ്ദേശിക്കുന്നത് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാനുള്ളതാണ്. ഏതായാലും എല്ലാ നല്ല പ്രവർത്തനങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും, ഞങ്ങളെ ഈ ഭാഗത്തുള്ള 138 വീടുകളിലുള്ള ആളുകളും ഉണ്ടായിരിക്കുമെന്ന് നമ്മള് മലപ്പുറം ജില്ല കേരള കോർവാന്ന് നമ്മളെ പറയാം, കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ ഒരു ഏകീകൃത രൂപത്തിൽ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ പല രീതിയിലാണെങ്കിൽ തന്നെ ഇപ്പൊ അടുത്തിടെയായിട്ട് നമ്മൾ അസോസിയേഷന് 5 സ്റ്റെപ്പായിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ രീതിയിലുള്ള നമ്മൾ ഇതേമാതിരി തന്നെ പ്രിയം റെസിഡൻസ് അസോസിയേഷൻ അല്ലെ താലൂക്ക് ലെവലിലും ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും ദേശീയ ലെവലിലൊക്കെ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് നമ്മുടെ റെസിഡൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടന. അത് ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തികൾ, അത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും നല്ലൊരു റെസിഡൻസ് അസോസിയേഷൻ ആയിട്ട് ഇപ്പൊ പ്രിയം റെസിഡൻസ് അസോസിയേഷൻ മാറിയിരിക്കുന്നു എന്നുള്ള സന്തോഷ വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. കാരണം എന്താ വെച്ചാല് നമുക്കറിയാലോ, നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഇപ്പൊ താലൂക്കിന്റെ ഗ്രൂപ്പിൽ ബാബു സാർ ഉണ്ടായാലും താലൂക്കിന്റെ ഡിസ്ട്രിക്റ്റിലൊക്കെ ആയാലും ഒത്തിരി നല്ല നല്ല പ്രവർത്തനങ്ങള് നമ്മള് സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന, സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന, അല്ലെങ്കിൽ രാഷ്ട്രത്തിന് വേണ്ടി സാമൂഹ്യ പ്രവർത്തനം. ഇപ്പൊ അടുത്തിടായിട്ട് തന്നെ നിങ്ങളെ കുടുംബ കൂട്ടായ്മ തന്നെ എന്തൊരു അച്ചാറ്, അതുപോലെ അതൊക്കെ വലിയൊരു സംഭവമാണ്. അതൊന്നും നമ്മളുടെ റെസിഡൻസ് വളരെ വിരലിൽ എണ്ണാവുന്നെന്ന് പറയണ്ട, ആദ്യത്തെ തന്നെ പറയാം, ആദ്യത്തെ മലപ്പുറം ജില്ലയിൽ ആദ്യത്തെ സംരംഭം തന്നെയാണ് ഇതിനെ വിശേഷിപ്പിക്കുകയാണ്. അതിന്റെ പ്രചോദനം നൽകിക്കൊണ്ട് മറ്റുള്ള റെസിഡൻസ് അസോസിയേഷനൊക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രേരണ നൽകിയിട്ടുള്ളത് നമ്മൾ താനൂരിലുള്ള ഈ പ്രിയം റെസിഡൻസ് അസോസിയേഷന് ആണെന്ന് ഞാൻ ഇവിടെ അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളിപ്പോൾ ചെയ്ത ഈ പ്രവൃത്തി, റെയിൽവേ വ്യൂ ബോർഡ്, ഇതൊക്കെ നമ്മൾ ജനങ്ങൾക്ക്, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മളൊരു മെസ്സേജ് കൊടുക്കുകയാണ്. ഇങ്ങനെ നല്ല നല്ല പുണ്യപ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈ റെസിഡൻസ് അസോസിയേഷന് ജില്ലാ കമ്മിറ്റിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. അതുപോലെ തന്നെ ഈ റോഡിന്റെ കാര്യം കൂടുതലായിട്ട് നിങ്ങൾ ബാബു സാറോട് ഇതിനെ പറ്റിയിട്ട് ഇതിന്റെ എത്ര എമൗണ്ട് ചെലവാക്കുകയും അതിന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നിങ്ങളാണ് സംസാരിക്കേണ്ടത്. ഏതായാലും ഇതൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യണം. പിന്നെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നതിന് ഉപരിയായിട്ടാണ് നിങ്ങൾ പ്രിയം റെസിഡൻസ് അസോസിയേഷനോട് ചെയ്തിട്ടുള്ളത്. എല്ലാ ഇതിനും വേണ്ടിയിട്ട് കോർവ മലപ്പുറം കമ്മിറ്റിക്ക് വേണ്ടി ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. ജാൻ മീഡിയ ന്യൂസ്, തിരൂർ. Terdum, 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 terdum.